എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ജിൻസി. ഞാനിന്ന് വന്നിട്ടുള്ളത് പാൻക്രിയാറ്റിക് ക്യാൻസറിനെ പറ്റി സംസാരിക്കാനായിട്ടാണ്. നമ്മൾ WHO നവംബർ പാൻക്രിയാറ്റിക് ക്യാൻസർ അവയർനെസ് മന്ത് ആയിട്ടാണ് ആചരിക്കുന്നത്. അത് പാൻക്രിയാറ്റിക് ക്യാൻസർ അവയർനെസ് ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ എന്നോട് ജിൻസി ചേച്ചി ചോദിച്ചായിരുന്നു ഒരു വീഡിയോ ചെയ്യാൻ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഓർത്തു ഇന്ന് അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാൻക്രിയാറ്റിക് ക്യാൻസർ അവയർനെസ്സിൻ്റെ ഈ വർഷത്തെ സ്ലോഗൻ, അതായത് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ നേരത്തെ കണ്ടുപിടിക്കുക, ജീവൻ രക്ഷിക്കുക എന്നാണ്. അതായത് നമുക്ക് ലക്ഷണങ്ങൾ നേരത്തെ നമ്മൾ ഈ ക്യാൻസർ കണ്ടുപിടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവൻ രക്ഷിക്കാം എന്നുള്ളതാണ്. അപ്പം അതിനുവേണ്ടിയാണ് ഇവർ ഈ ക്യാമ്പയിനും പിന്നെ ഈ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത് ഇതിനെപ്പറ്റി. കാരണം ഇതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് താമസിക്കുന്നത് കൊണ്ട് ഇതൊരു വളരെ അഗ്രസീവായിട്ടുള്ള ഒരു ക്യാൻസറായിട്ട് മാറുന്നതാണ്. അതായത് വളരെ മാരകമായിട്ടുള്ളൊരു ക്യാൻസറാണ്. അപ്പം ഇത് വളരെ മാരകമായിട്ട് മാറുന്നതിനുള്ള കാരണം നമ്മൾ ഈ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അത് ചികിത്സ നമുക്ക് ശരിയായ സമയത്ത് ചെയ്യാൻ പറ്റാതെ വരുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പം ഒരു ക്യാൻസർ നമ്മൾ തുടക്കത്തിലെ സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നത് പോലെയല്ല അത് ലാസ്റ്റ് സ്റ്റേജിൽ കണ്ടുപിടിക്കുന്നത്, അല്ലേ? അപ്പം അത് ചികിത്സേനെയൊക്കെ വളരെ വളരെ നല്ലതുപോലെ അത് ബാധിക്കും. അപ്പം നമ്മൾക്കൊരു ഇഫക്റ്റീവായൊരു ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് അത് ഇഫക്റ്റീവ് ആകത്തില്ല അത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ. അപ്പോൾ ഇതിന് ലോകമെമ്പാടും ഒരുപാട് ആൾക്കാർ മരിക്കുന്ന ഒരു ക്യാൻസറാണ്. കാരണം ഇതിൻ്റെ തന്നെ ലേറ്റായിട്ട് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് കൊണ്ട്. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളോടൊന്ന് സംസാരിക്കാമെന്ന് വെച്ച് എന്താണ് നമ്മൾ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഇതിന് വരുന്നതെന്നും അതെങ്ങനെയാണത് വരുന്നതെന്നും. അപ്പോൾ പാൻക്രിയാസ് എന്ന് പറയുന്നത് നമ്മുടെ വയറിൻ്റെ പുറകുവശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രന്ഥി, ആഗ്നേയ ഗ്രന്ഥിയാണ്. അപ്പോൾ ഇതിന് തലയുണ്ട്, ശരീരമുണ്ട്, വാലുമുണ്ട്. അപ്പോൾ ഈ പാൻക്രിയാസിലെ സെൽസ്, അതായത് കോശങ്ങൾ അമിതമായിട്ട് നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ വളരുമ്പോഴത്തേക്കിനുമാണ് നമുക്ക് പാൻക്രിയാറ്റിക് ക്യാൻസറായിട്ടത് മാറുന്നത്. പിന്നെ പാൻക്രിയാസിൻ്റെ ഫങ്ഷൻ അതെന്താണ് ചെയ്യുന്നത് അറിയാവോ? ഇത് ഞാൻ കഴിഞ്ഞ എൻ്റെ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞായിരുന്നു. ഡയബറ്റീസിനകത്ത് നമ്മുടെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്നത് പാൻക്രിയാസിലെ ബീറ്റ സെൽസിൽ നിന്നാണ്. അതുപോലെ തന്നെ ഗ്ലൂക്കോൺ എന്നുള്ള ഹോർമോണും ഉത്പാദിപ്പിക്കുന്നത് ഇവിടെ നിന്നാണ്. പിന്നെ നമ്മുടെ ദഹനത്തിന് ആവശ്യമായ എൻസൈംസ് എല്ലാം ഉത്പാദിപ്പിക്കുന്നതും ഈ പാൻക്രിയാസിൽ നിന്നാണ്. അപ്പോൾ ഇതിൻ്റെ ലക്ഷണങ്ങൾ പാൻക്രിയാറ്റിക് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വയറുവേദന, ചിലർക്ക് വയറിൻ്റെ മുകൾ ഭാഗത്ത് തന്നെയായിരിക്കും വേദന വരുന്നത്, ചിലർക്ക് അടിവയറ്റിൽ വേദന വരാം. പിന്നെ ബാക്ക് പെയിൻ, നമുക്ക് പുറം വേദന വരാം. നമ്മൾ പുറം വേദനയൊക്കെ വരുമ്പോഴത്തേക്കിന് ആരെങ്കിലും വിചാരിക്കുമോ ഇങ്ങനെ ക്യാൻസറിൻ്റെ ആയിരിക്കുമോ എന്നൊക്കെ, അല്ലേ? അപ്പം ഇതുകൊണ്ട് തന്നെ നമ്മുടെ മറ്റുള്ള അസുഖങ്ങളുമായിട്ട് ഈ സിംറ്റംസിന്, അതായത് ഈ ലക്ഷണങ്ങൾക്ക് സാമ്യമുള്ളത് കൊണ്ടാണ് മിക്കവരും ഡോക്ടറെ അടുക്കെ പോകാത്തതും ശരിയായ ചികിത്സ തേടാത്തതും. കാരണം നമ്മളിങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരിക്കലും ഓർക്കത്തില്ലല്ലോ ഇങ്ങനെയാണെന്ന്. പിന്നെ അത് വയറുവേദന, ബാക്ക് പെയിന്, പിന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും, പിന്നെ ഛർദ്ദിക്കാൻ തോന്നും അല്ലെങ്കിൽ ഛർദ്ദി വരും. പിന്നെ നമ്മുടെ വെയിറ്റ് കുറയുക, നമ്മൾ എന്താ പറയുന്നത്, ശ്രമിക്കാതെ തന്നെ വെയിറ്റ് കുറയുന്നത്. പിന്നെ നമുക്ക് ജോണ്ടിസ്, അതായത് മഞ്ഞപ്പിത്തം, നമ്മുടെ സ്കിന്നൊക്കെ മഞ്ഞയാകും, നമ്മുടെ കണ്ണിലെ വെള്ളയൊക്കെ മഞ്ഞയാകും, അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ചിലർക്ക് ചൊറിച്ചിൽ വരുവേ ശരീരമൊക്കെ. നമ്മൾ ഈ ചൊറിച്ചിലൊക്കെ വരുമ്പോൾ നമ്മൾ ആലോചിക്കും നമ്മൾക്ക് ക്യാൻസറിൻ്റെ ആണ്, അല്ലേ? അപ്പം അതൊരു സിംറ്റമാണ്. പിന്നെ നമ്മുടെ യൂറിനൊക്കെ ഭയങ്കര ഒരു ഡാർക്ക് കളറാകുക, നമ്മുടെ സ്റ്റൂളൊക്കെ ഒരു പെയിലാകുക. ഇപ്പം ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചുകൊണ്ടിരിക്കലേ ഡോക്ടറെ കൊണ്ട് കാണിക്കണം. ഓർക്കുക, നമ്മളിത് നേരത്തെ നമുക്ക് ലക്ഷണങ്ങൾ കണ്ട് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ക്യാൻസറും പോലെ ഇത് നമുക്ക് പൂർണ്ണമായിട്ടും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു ക്യാൻസറാണ്. പിന്നെ ഇതിന് എങ്ങനെയാണ് ഇത് വരാനുള്ള കാരണം? അപ്പോൾ ഒന്നാമത് തന്നെ എല്ലാ അസുഖങ്ങളെയും പോലെ തന്നെ ചില കാരണങ്ങൾ നമുക്കറിയാൻ മേലാത്ത കാരണങ്ങളുണ്ട്. പിന്നെ ഒന്ന് ഫാമിലി ഹിസ്റ്ററി. ഇപ്പോൾ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസറോ പാൻക്രിയാറ്റിക് ക്യാൻസറോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ക്യാൻസറോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ജനറ്റിക് മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം അത് ജനറ്റിക്കായിട്ട് വരുന്നതൊക്കെ അതൊരു കാരണമാണ് ഇതിനകത്ത്. പിന്നെ പുകവലി,
പുകവലി എന്ന് പറയുന്ന ഒരു മെയിൻ കാരണമാണ്. അത് 25-30% വരെ ഇതിനൊരു കാരണമാണ് കേട്ടോ. അപ്പം അതാണ് ഏറ്റവും വലിയ കാരണം, പുകവലിയാണ് ഇതിൻ്റെ. പിന്നെ നമ്മൾക്ക് ഡയബറ്റീസ് ഉള്ളവർക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ മദ്യപാനവും ഉണ്ട് കേട്ടോ. മദ്യപാനവും ഇതിൻ്റെ ഒരു കാരണമാണ്. ഇപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ വരുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മൾക്കിതിന് എന്താണ് നമ്മളിതൊന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള എല്ലാ ക്യാൻസറിനെ പോലെ ഞാൻ പറഞ്ഞല്ലോ അതിന് ചികിത്സ ഉണ്ട്. ഇത് കണ്ടുപിടിക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ CT സ്കാനും PET സ്കാനും അതൊക്കെയാണ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെയാണ് അത് കണ്ടുപിടിക്കാനായിട്ട്, അൾട്രാസൗണ്ട് ഒക്കെയാണ്. ഇപ്പം നമ്മൾക്ക് ട്രീറ്റ്മെൻറ്റ് വരുന്നത് മറ്റെല്ലാ ക്യാൻസറിന് എല്ലാ ട്രീറ്റ്മെൻറ്റിനെ പോലെ തന്നെ സർജറി ഉണ്ട്. പിന്നെ ഇത് എന്താ പറയുക, റേഡിയേഷൻ പിന്നെ കീമോതെറാപ്പിയും അതൊക്കെയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് വരുന്നത്. അപ്പം ട്രീറ്റ്മെൻറ്റ് വരുന്നത് ഇതിൻ്റെ സ്റ്റേജിനെ അനുസരിച്ചിരിക്കും ട്രീറ്റ്മെൻറ്റ്. പിന്നെ നമ്മൾക്കിത് വരാതിരിക്കാൻ വേണ്ടി എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, മെയിനായിട്ട് നിങ്ങൾ പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി പൂർണ്ണമായിട്ടും നിർത്തുക. അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ മദ്യപിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ മദ്യമൊക്കെ കുറയ്ക്കുക. പിന്നെ നമുക്ക് എന്താ പറയുന്നത്, എല്ലാ അസുഖത്തിലും ഞാൻ പറയുന്നത് പോലെ നമുക്ക് എന്താ പറയുന്നത്, ഫുഡ് കൺട്രോൾ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, വ്യായാമം ചെയ്യുക. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്നും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് കുറച്ചൊരു ഹെൽത്തി ലൈഫും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു എല്ലാ അസുഖങ്ങളും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളൂ. അതുപോലെ തന്നെ ഇതിനും നമുക്ക് കുറച്ചൊക്കെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷണങ്ങൾ നമ്മൾക്ക് അറിയാവുന്നവർക്ക് ലക്ഷണങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ ആരെങ്കിലും ഇപ്പോൾ ഒരു നടുവേദന അല്ലെങ്കിൽ ഒരു വയറുവേദനയോ അല്ലെങ്കിൽ നമുക്ക് ഛർദ്ദിക്കാൻ വരുമോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളുടനെ നമുക്ക് ക്യാൻസർ ആണെന്നോ അങ്ങനെയൊന്നും നമ്മൾ ഓർക്കത്തില്ല ഇല്ലേ. നമ്മളത് വേറെ എന്തെല്ലാന്ന് പറഞ്ഞിട്ട് വെച്ചുകൊണ്ടിരിക്കും ഇല്ലേ. അപ്പം അങ്ങനെയൊന്നുമല്ല, നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു സിംറ്റം നിങ്ങൾക്ക് 2 ആഴ്ചയിൽ കൂടുതൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഡോക്ടറെ അടുക്കൽ പോവുക. അത് വളരെ അത്യാവശ്യമാണ്. അത് കറക്റ്റ് ടൈമിൽ ഡയഗ്നോസ് ചെയ്യുക, കറക്റ്റ് ടൈമിൽ ചികിത്സ തുടങ്ങുക. നമ്മൾക്കത് ഈസി ആയിട്ട് നമുക്കത് എന്താ പറയുന്നത്, ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും ഈ ലക്ഷണങ്ങളെ പറ്റിയൊക്കെ ഓർക്കുക. അതാണ് നിങ്ങൾക്കിപ്പോൾ അറിയാൻ മേലാത്തവർക്ക് നിങ്ങളത് പറഞ്ഞു കൊടുക്കുക. അപ്പം ഇതാണ് നമ്മൾക്ക് ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഈ വർഷത്തെ നമ്മുടെ സ്ലോഗൻ ഇതാണ്: ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക, ചികിത്സിച്ച് ഭേദമാക്കുക എന്നുള്ളതാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇൻസുലിൻ എടുക്കുന്നവരും അല്ലെങ്കിൽ ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നവരും അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ ഡോക്ടറെ കണ്ട് അത് നിങ്ങൾ കൺട്രോൾ ചെയ്തു പോകണം. കാരണം നിങ്ങൾക്ക് അത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക, നമ്മൾ കാരണം ഒരാളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റിയാൽ അതല്ലേ ഏറ്റവും വലുത് അല്ലേ. അപ്പം അതുപോലെ നിങ്ങളറിയാവുന്നവർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് നേരത്തെ ലക്ഷണങ്ങൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾക്ക് ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുവാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത എന്താണ് ഒരു ടോപ്പിക്ക് വേണ്ടതെന്നോ നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.